സി ഇവിടെ കെമിക്കലി ഡിസിമിലർ ആയിട്ടുള്ള എലമെന്റ്സിനാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഒരു കാര്യം അവിടെ ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെട്ടു പോകുമല്ലോ. കെമിക്കലി സിമിലർ ആയിട്ടുള്ള എലമെന്റ്സ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടല്ലോ അല്ലേ. കെമിക്കലി സിമിലർ ആയിട്ടുള്ള നമ്മുടെ ഗോൾഡ്, പ്ലാറ്റിനം ഇവരെയെല്ലാം പല ഗ്രൂപ്പിൻ്റെ അകത്താണ് ആക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡിഫക്റ്റുകളാണ് കെമിക്കലി സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ ഡിഫറെൻറ്റ് ഗ്രൂപ്പിലും കെമിക്കലി ഡിസിമിലർ ആയിട്ടുള്ള ആൾക്കാരെ, ഓക്കെ, കെമിക്കൽ സവിശേഷതകളൊന്നും തന്നെ ഇല്ലാത്ത ആൾക്കാരെ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തും ഒക്കെ നമുക്കിവിടെ എല്ലായിടത്തും അല്ല ചില സ്ഥലങ്ങളിലൊക്കെ കാണാനായിട്ട് പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെന്റൽ പീരിയോഡിക് ടേബിൾ പഠിച്ചപ്പോൾ ഉള്ള കുറേയധികം പോരായ്മകൾ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ പൂർണ്ണമാവണമെങ്കിൽ മെന്റലേവ്സിൻ്റെ പീരിയോഡിക് ടേബിളും പോരാ എന്നായി. സോ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇവിടെ അവതരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ശരിക്കും നമ്മുടെ മെന്റൽ പീരിയോഡിക് ടേബിളിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഏറ്റവും ആ ഒരു ബേസിസിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവന്നത്. ഇതിൻ്റെ അകത്ത് കുറേ അധികം ഹെവിയർ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ അപ്പൊ നമ്മുടെ മെന്റലേവ്സിന്റെ ആ ഒരു പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് തന്നെയാണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹെവിയർ എലമെന്റ്സ്, ഈ ഹെവിയർ എലമെന്റ്സിനെ എല്ലാം ലൈറ്റർ എലമെന്റ്സിന് മുമ്പായിട്ട് പ്ലേസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന അനോമലസ് പെയേഴ്സ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അനോമലസ് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു തെറ്റായിട്ടുള്ള ക്രമരഹിതമായിട്ടുള്ള ജോഡികൾ. ഓക്കെ, ആ രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പീരിയോഡിക് ലോയെ വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടുപിടിച്ചത്. സോ ഹെൻറി മോസ്ലി മറ്റൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ കണ്ടുപിടിച്ചു. ഓക്കെ, അതൊരു വലിയ കാര്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. കാരണം ഈ അറ്റോമിക് മാസ് ആയിരുന്നു ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ആയിട്ട് അന്ന് വരെ കരുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, അറ്റോമിക് മാസ്. പക്ഷേ ഹെൻറി മോസ്ലി പറഞ്ഞത് അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് ഓരോ എലമെന്റ്സിനെയും ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതാണ് അതിൻ്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നതെന്ന് മനസ്സിലായി. സോ അറ്റോമിക് മാസിനെ വെച്ചിട്ടായിരുന്നു നമ്മുടെ എല്ലാ പീരിയോഡിക് ടേബിളും എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഹെൻറി മോസ്ലി പറഞ്ഞതുപോലെ നമ്മൾ അറ്റോമിക് നമ്പറിനെ വെച്ചിട്ട് അവരെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അറ്റോമിക് നമ്പർ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇസഡ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സിംപ്ലി എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂക്ലിയസിൻ്റെ അകത്ത് എത്ര പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള കണങ്ങളുണ്ട്, അതാണ് ഈ പറയുന്ന അറ്റോമിക് നമ്പർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മോഡേൺ പീരിയോഡിക് ലോ പ്രകാരം എന്താ ചെയ്തേ? മോഡേൺ പീരിയോഡിക് ലോ എന്താ പറഞ്ഞിരിക്കുന്നത്? Chemical and physical properties of elements are periodic functions of their atomic mass, which states that the chemical physical properties of elements, they are periodically modern periodic law പ്രകാരം ഓരോ എലമെന്റ്സിൻ്റെയും ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്നത് അവരുടെ അറ്റോമിക് മാസ് അല്ല, പകരം അറ്റോമിക് നമ്പറാണ്. ഓക്കെ, സോ അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡർ അനുസരിച്ച് ഈ പറയുന്ന എലമെന്റ്സിനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോഴും കുറേ അധികം റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. സോ സിംപ്ലി നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് their atomic number. That is, if the elements are arranged in order to increasing order of atomic number, their characters repeated in regular intervals. ഓക്കെ, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓരോ ഇൻ്റർവെൽസ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഓരോ എലമെന്റ്സിനെയും ക്യാരക്ടേഴ്സ് നമുക്ക് സിമിലാരിറ്റീസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതെല്ലാം ഇവിടെയും കറക്റ്റ് തന്നെയാണ്. ദെൻ ടേക്കിംഗ് അറ്റോമിക് നമ്പർ ഓൺ ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്കിവിടെ പരിഹരിക്കാൻ പറ്റും. ഇതിനു മുമ്പുണ്ടായിരുന്ന പീരിയോഡിക് ലോ പ്രകാരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് പറ്റും. സോ അറ്റോമിക് നമ്പർ ഓരോ ക്ലാസിഫിക്കേഷൻ ബേസ് ആയിട്ട് എടുക്കുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റി. ഈ ഐസോട്ടോപ്പുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഐസോട്ടോപ്പുകളെല്ലാം കെമിക്കലി എന്താണ് സിമിലർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അവരുടെ രാസപരമായിട്ടുള്ള സ്വഭാവം എല്ലാം ഒരേപോലെയാണ്, പക്ഷെ അറ്റോമിക് മാസ് ഡിഫറെൻ്റാണ്. അപ്പോൾ അവരെ ഡിഫറെൻ്റ് ആയിട്ട്
ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടി വന്നു, ചില ആൾക്കാരെ ഒരുമിച്ച് പ്ലേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അറ്റോമിക് നമ്പർ വെച്ച് ക്ലാസിഫൈ ചെയ്തപ്പോൾ ഈ പറയുന്ന ഐസോട്ടോപ്പുകളൊക്കെ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് വന്നു. കാരണം അറ്റോമിക് നമ്പർ സെയിം ആണ്, അറ്റോമിക് മാസാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ ക്രമരഹിതമായിട്ടുള്ള ഐസോട്ടോപ്പുകളെ നമ്മൾ കുറേ പേയേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരുന്നു, ആ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടു. അടുത്ത നമ്മൾ പറയുന്ന കോസ് ഓഫ് പീരിയോഡിസിറ്റി എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസ് ആയിട്ടുള്ള നമ്മുടെ ലിഥിയം ആയിക്കോട്ടെ, സോഡിയം, പൊട്ടാസ്യം, ഇവരുടെയൊക്കെ കോൺഫിഗറേഷൻ 3, 11, 19, 37 പോലെയൊക്കെയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. സോ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം എന്താ നോക്കിയേ, 2, 1. ഓക്കെ, then അതേപോലെ 2, 8, 1 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് എപ്പോഴും 2 ഇലക്ട്രോണേ കാണത്തുള്ളൂ. സെക്കൻഡ് ഷെല്ലാകുമ്പോഴത്തേക്കും 8 ആകും. ഓക്കെ, നമ്മളൊരു ഫോർമുലയൊക്കെ വെച്ച് നമ്മൾ പഠിച്ചാണ് ഓരോ ഷെല്ലിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ദെൻ തേർഡ് വരുമ്പോഴത്തേക്കും 2, 8, 8, 8, 1 എന്നുള്ള രീതിയിലേക്ക് വരും. ഓക്കെ, കാരണം ലിഥിയത്തിൻ്റെ എത്രയാണ്, 3 ആണ് അവരുടെ അറ്റോമിക് നമ്പർ വരുന്നത്. സോ ഫസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് 2 പേര്, then അടുത്ത ഷെല്ല് വരുമ്പോൾ ഒരാളേ ഉള്ളൂ, ബാക്കിയുള്ള 7 പ്ലേസ് അവിടെ വേക്കൻ്റ് ആണ്. അടുത്ത ആളുടെ കാര്യം വരുമ്പോഴത്തേക്കും 13 അറ്റോമിക് മാസ്. ഓക്കെ, സോഡിയത്തിൻ്റെ 11 അറ്റോമിക് മാസ് വരുന്നത് സോഡിയത്തിൻ്റെ വരുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ചെയ്യും, 2 ഇലക്ട്രോൺ ഉണ്ട്. സെക്കൻഡ് ഷെല്ലിനകത്ത് 8 ഉണ്ട്, 10ആയി. 11ാമത്തെ മൂന്നാമത്തെ ഷെല്ലിൻ്റെ അകത്ത് നമ്മൾ ഇടും, പക്ഷേ അവിടെ ബാക്കിയുള്ള സ്പേസ് അത്രയും വേക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു വരുന്നത്. അപ്പം നമുക്കത് മനസ്സിലാവുന്നു, ഇവരുടെ എല്ലാം ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വീണ്ടും മനസ്സിലാക്കിയെടുക്കുന്നത് ഇവരെല്ലാം നല്ല റിഡ്യൂസിങ് ഏജൻസ് ആണ്. ഓക്കെ, then അതേപോലെ ദി ഫോം മോണോവാലന്റ് കാറ്റയോൺസ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. ആൻഡ് സോഫ്റ്റ് മെറ്റൽസ് ആണ്, വളരെ മൃദുവായിട്ടുള്ള മെറ്റൽസ് ആണ് ഇവർ. ദേ ആർ റിയാക്റ്റീവ് ആൻഡ് they are reactive in nature and combined state. കാരണം ഇവരുടെ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് ഓരോ ഇലക്ട്രോണാണ് ഉള്ളത്. ഓക്കെ, ഈ എക്സ്ട്രാ ഉള്ള ഒരു ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെല്ലുകൾ ഒന്നുകിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പകുതിയായിട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഇലക്ട്രോണിനെ മേടിക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം അല്ലേ ഉള്ളൂ, ഈ ഒരെണ്ണം അത് കൊടുക്കുന്നതാണ് എളുപ്പം. ഓക്കെ, 7 എണ്ണം മേടിക്കുന്നതിനേക്കാളും ഒരെണ്ണം കൊടുക്കുന്നതാണ് എളുപ്പം. അപ്പോൾ ഇവർ കമ്പൈൻ ചെയ്യാനായിട്ട് തുടങ്ങും, ഇവർ റിയാക്റ്റീവ് ആയിരിക്കും, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള രീതിയിലാണ് മിക്കപ്പോഴും ഇരിക്കുന്നത്. സോഡിയം ആണെങ്കിൽ NaCl എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതേപോലെ പൊട്ടാസ്യം KCl, ക്ലോറിനും ഒക്കെ ആയിട്ടാണ് ഇവർ കൂടുതലും കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, then they impart the color to the flame and they form hydrates with the hydrogen. They form basic oxides with oxygen and they react with the water to form they form metal hydroxide and liberate hydrogen. മെറ്റൽസ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, ഹൈഡ്രജനെ പുറത്തേക്ക് റിലീസ് ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഇവർക്കുണ്ട്. 2-3 കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ നമ്മൾ മനസ്സിലായത്, സോ സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാവ് സിമിലർ പ്രോപ്പർട്ടീസ് ആൻഡ് ദ റീഅക്കറൻസ് ഓഫ് സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദ കോസ് ഓഫ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. ഒന്നുമില്ല, സംഭവം ഇത്രേ പറയുന്നുള്ളൂ. ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏകദേശം സിമിലർ ആണെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസും ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസും സെയിം തന്നെയായിരിക്കും. ഓക്കെ, എല്ലാം ആണ് എന്നല്ല പറഞ്ഞത്. ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് മിക്കതും ഈ പറയുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനെല്ലാം പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വരുവാണ്. അപ്പോൾ കുറേയധികം ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്ന ശേഷമാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ റെഡി ആയിട്ടുള്ളത്. സോ ഇതാണ് പ്രസൻ്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ മോഡേൺ സയൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറേ അധികമുണ്ട്. ഓക്കെ, നാളെ ഇത് വീണ്ടും ചേഞ്ച് ചെയ്യാം, പറയാൻ പറ്റത്തില്ല. ഓക്കെ, നാളെ വീണ്ടും ചേഞ്ച് ചെയ്യാം, പക്ഷെ ഇപ്പം നമ്മൾ നിലവിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഇത് തന്നെയാണ്. ഓക്കെ, സോ
ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് വീണ്ടും മനസ്സിലാക്കാനുണ്ട്. ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, സോ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്ത് എലമെൻസുമായിട്ടൊന്ന് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കുക. ഓരോന്നും ഏതൊക്കെ പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ നമ്മളിതാ പറഞ്ഞിരുന്ന പോലെ ഹൈഡ്രജൻ ഹാലജൻസിന്റെ സ്വഭാവം കാണിക്കുമെന്ന് പറഞ്ഞു. അവരെ നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ലിഥിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം പോലെയുള്ള ഗ്രൂപ്പുകളെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആക്കി. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ഇവിടെയുണ്ട്. സോ ഇതിൻ്റെ അകത്ത് 18 ഗ്രൂപ്പുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് തൊട്ട് ഇവിടെ എണ്ണുകയാണെങ്കിൽ 18 ഗ്രൂപ്പുകൾ കാണാം. ഇതിൻ്റെ അകത്ത് 13 തൊട്ട് 17 വരെയുള്ള ഗ്രൂപ്പുകൾക്ക് ചില പ്രത്യേകതയുണ്ട്. 18 ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിയോൺ, റാഡോൺ ആൻഡ് ഒഗ്നീസോൺ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ 18ാമത് ഗ്രൂപ്പിൽ കിടക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത, ഇവരെ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നാണ് ഇവരെ വിളിക്കുക. കാരണം ഇവർ ഒട്ടും റിയാക്റ്റീവ് അല്ല. ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എല്ലാം തന്നെ കംപ്ലീറ്റ് ആണ്. സോ ഇവർക്ക് സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, മറ്റുള്ള ആൾക്കാർക്കാണ് പ്രത്യേകതകളുള്ളത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഭാഗങ്ങളിൽ വരുന്നത്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാം മെറ്റൽസ് ആണ്. ദെൻ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവരൊക്കെ നോൺ മെറ്റൽസ് ആണ്. ഓക്കെ, മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നവരെല്ലാം ആൽക്കലി സ്വഭാവമുള്ളവരാണ്. അതേസമയം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആൽക്കലൈൻ സ്വഭാവമാണ് ഇവർ കാണിക്കുക. ഇതാ നോക്കിക്കേ, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 17ഉം. ഗ്രൂപ്പ് 1 എന്ന് പറയുന്ന ലിഥിയം 3 ആണ് അറ്റോമിക് നമ്പർ. സോ 2-1 ആണ് ഇവരുടെ കോൺഫിഗറേഷൻ വരുന്നത്. ഇനി പൊട്ടാസ്യം, റുബീഡിയം ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് 1 ആയിരിക്കും ഇവരുടെ ബാലൻസ് വരുന്നത്. അതേസമയം 17ാമത്തെ ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കി 2-7. ഇപ്പം ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഫ്ലൂറിൻ ഇവരുടെയൊക്കെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ബാലൻസ് 1 ആണ്. അതായത് ഇവിടെ ഒരാളെ കൊടുക്കാനാണ് ഉള്ളത്, ഒരാളെ കൊടുത്ത് സ്റ്റെബിലിറ്റി കൊണ്ടുവരും. 17ാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഒരാളെ മേടിച്ച് സ്റ്റെബിലിറ്റി എത്തുക എന്നുള്ളതാണ് ഈ എലമെന്റ്സിന്റെ പ്രത്യേകത. സോ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, 1ൽ നിന്നും 17 വരെയുള്ള ഗ്രൂപ്പിലേക്ക് പോകുന്നതിനനുസരിച്ച് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വാലൻസി 1, സെക്കൻഡ് ഗ്രൂപ്പിന്റെ വാലൻസി 2, ദെൻ 3ലേക്ക് പോകുമ്പോൾ 3. ഓരോ ഗ്രൂപ്പിന്റെ വാലൻസി അനുസരിച്ചായിരിക്കും അവരുടെ കോൺഫിഗറേഷൻ ഡിഫറെൻ്റ് ആകുന്നത്. അപ്പോൾ 6, 16, 17 വരെ എത്തുമ്പോഴത്തേക്കും ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ അകത്തെ കോൺഫിഗറേഷൻ എത്രയാണ്? 7 ആയിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് ഇവരുടെ ബാലൻസ്. അപ്പോൾ ഓരോ ഗ്രൂപ്പ്, ഇപ്പം 7th ഗ്രൂപ്പിലുള്ള എലമെന്റിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ ബാലൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 7 ആയിരിക്കും. അതേപോലെ ഓക്കെ, ദെൻ 4th ഗ്രൂപ്പിനെ നോക്കുവാണെങ്കിൽ 4 ആയിരിക്കും അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ അകത്തുള്ളായിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ദെൻ 6th ഗ്രൂപ്പിൽ കാണുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് 6 കാണും. ഞാൻ അതേപോലെ 7, 8, 9 ഇതിനനുസരിച്ച് ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിന്റെ വാലൻസി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇപ്പോൾ 12ാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന ഒരു എലമെന്റ്, ആ എലമെന്റിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്, 13ാമതാകുമ്പോഴത്തേക്കും എത്ര ഉണ്ട്, ഈ രീതിയിലൊക്കെ ഒന്ന് എഴുതി നോക്കുക. ദെൻ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി അവിടെ കിട്ടും. ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അകത്ത് ആ കൂടെ 2 എലമെന്റേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിന്റെ വാലൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. തന്നെ അതേപോലെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അകത്ത് ആ കൂടെ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പീരീഡ് ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പല്ല, ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. ദെൻ അതേപോലെ 18th ഗ്രൂപ്പിൽ ഒരു പീരീഡ്, ഫസ്റ്റ് പീരീഡിൻ്റെ അകത്ത് 2 എലമെന്റ്സേ ഉള്ളൂ. എന്നാൽ അതേപോലെ നമ്മൾ 4th പീരീഡിലേക്ക് വരുമ്പോഴാണ് ഫുള്ളായിട്ടുള്ള എലമെന്റ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ അതുവരെ ഈ പറയുന്നവരെ കുറേ അധികം വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകളുണ്ട്. ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പിലും 18th ഗ്രൂപ്പിലും ഓരോ ആൾക്കാരെ വെച്ച് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ദെൻ സെക്കൻഡ് വരുമ്പോൾ, തേർഡ് വരുമ്പോൾ ഉള്ള പ്രത്യേകതകൾ നിങ്ങൾ നോക്കുക.
ദെൻ 6th ഗ്രൂപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്കുമാണ് മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സിന് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് 6th 7th വരുമ്പോഴാണ് മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സ് 32 എലമെന്റ്സോളം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 4th 5th ഗ്രൂപ്പ് വരുമ്പം 18 എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക നമ്മുടെ പീരിയോഡിക് ടേബിൾ. ദെൻ അതേപോലെ ടൈപ്പ് ഓഫ് എലമെന്റ്സ്, ഇതിൻ്റെ അകത്ത് ഇനിയും ഫില്ല് ചെയ്യാനായിട്ട് ഡിസ്കവർ ചെയ്യാനായിട്ട് ഇനിയും ഒരുപാട് എലമെന്റ്സും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമുക്ക് നിലവിൽ ഇത് വെച്ചാണ് പഠിക്കേണ്ടത്. സോ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് 1ാമത്തെ ഗ്രൂപ്പിലെയും 2ാമത്തെ ഗ്രൂപ്പിലെയും ഉള്ള എലമെന്റ്സ്. ഓക്കെ, ദെൻ അതേപോലെ 13 to 17 വരെയുള്ള റൈറ്റ് സൈഡിലുള്ള ഗ്രൂപ്പ്. ഈ 13 മുതൽ 17 വരെയുള്ള ഗ്രൂപ്പുകൾ, അതേപോലെ 1-2 ഗ്രൂപ്പുകൾ, ഇവരൊക്കെ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, കാരണം ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലൊന്നും ഫിൽഡ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റെബിലിറ്റി ഇല്ല. ഇവരെ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 13 to 17 റൈറ്റ് സൈഡിലും ദെൻ ഇപ്പുറത്തേക്ക് 1-2 ഗ്രൂപ്പുകളെല്ലാം റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു പീരിയോഡിക് ടേബിൾ എടുത്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സോ സെക്കൻഡ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് നോബൽ ഗ്യാസസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ. ഇവര് 18 ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡിൽ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ. ഇതിൻ്റെ അകത്ത് ഹീലിയം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും, നിയോൺ, ക്രിപ്റ്റോൺ പോലെയുള്ള, ആർഗൺ പോലെയുള്ള എല്ലാവർക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ആണ്. സോ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്, അതുകൊണ്ട് 2 ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ അവർ സ്റ്റേബിൾ തന്നെയാണ്. ഇനി അവരുടെ ചില ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും 8 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ കമ്പൈനിങ് കപ്പാസിറ്റി, വാലൻസി എന്ന് പറയുന്നത് അവരുടെ 0 ആണ്. കാരണം അവർ മറ്റുള്ള മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. കാരണം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത്, ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി ദേ ആർ നോട്ട് റിയാക്ട് വിത്ത്, സോ ദേ ആർ ഓൾമോസ്റ്റ് ഇനേർട്ട് ഗ്യാസ്. അങ്ങനെ ഒരു പേരുണ്ട് അവർക്ക്, ഇനേർട്ട് ഗ്യാസ് എന്ന്. ദെൻ ഓൾ ദ മെമ്പേഴ്സ് ആർ ഗ്യാസസ്. മെറ്റലും നോൺ മെറ്റലും ഒന്നുമല്ല, ഇവരെല്ലാം ഗ്യാസ് ക്യാരക്ടർ കാണിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇവരെ കാണുന്നത്. ദെൻ ട്രാൻസിഷൻ എലമെന്റ്സ്, തേർഡ് ടു 12th ഗ്രൂപ്പ് വരെയുള്ള ആൾക്കാരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. 3rd to 12th ഗ്രൂപ്പ് വരെ ഈ കാണിക്കുന്ന ആൾക്കാരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, ഒരു ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കാരണം ഇവർക്കെല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് ഫിൽഡ് അല്ല, സ്റ്റെബിലിറ്റി കുറവാണ്. സോ അവർ സ്റ്റേബിൾ ആവാനായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നവരെ പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കാരണം അവരുടെ ട്രാൻസിഷൻ, മാറ്റം വരാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസിഷൻ, ഓക്കെ, ചേഞ്ച് വരാം. ഇലക്ട്രോ നെഗറ്റീവായി വരാനുള്ള ചാൻസ് അവർക്ക് കൂടുതലാണ്. കാരണം ഇവര് ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ടു ഇലക്ട്രോ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇലക്ട്രോണിനെ മേടിക്കുമ്പോഴാണ് നെഗറ്റീവ് ആകുന്നത്, കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആണ്. നമുക്കത് പഠിക്കാം. സോ ഇവരെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഇവർക്കുണ്ട്. ഓക്കെ, ആ ഒരു പോസിറ്റിവിറ്റിയിൽ നിന്നും നെഗറ്റിവിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും. അവർക്ക് മിഡിൽ ഓഫ് ദ പീരിയോഡിക് ടേബിൾ, അതായത് 3 തൊട്ട് 12 വരെയുള്ള ആൾക്കാർ. ഇനി ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇവർ മിക്കപ്പോഴും മെറ്റൽസ് തന്നെയാണ്, ലോഹങ്ങളാണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉള്ള ആൾക്കാരാണ്. അതേസമയം അതായത് തിളനില വളരെ കൂടുതലുള്ള ആൾക്കാരാണ്. ദെൻ ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റും ഇലക്ട്രിസിറ്റിയും ഒരേപോലെ തന്നെ കടത്തിവിടാൻ കഴിവുള്ള ആൾക്കാരാണ്. അതേപോലെ ദീസ് ആർ അട്രാക്റ്റഡ് ടു മാഗ്നറ്റിസം. മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൺ പോലെയുള്ള സാധനങ്ങൾ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു അട്രാക്റ്റീവ്നെസ് മാഗ്നറ്റിനോടുള്ളത്. സോ ഇതെല്ലാം മെറ്റൽസ് ആണ്. ദെൻ മോസ്റ്റ് ഓഫ് ദീസ് എലമെന്റ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. ഒരു റിയാക്ഷനകത്ത് കാറ്റലിസ്റ്റുകളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ദേ എക്സിബിറ്റ് വേരിയബിൾ ബാലൻസസ്. കാരണം 3 to 12 ആണ്. 3 വാലൻസി ഉള്ള ആൾക്കാരുണ്ട്, 4 വാലൻസി ഉള്ള ആൾക്കാരുണ്ട്, 5, 6 അങ്ങനെ പോകുന്നു ഇവരുടെ വാലൻസി. നോക്കിക്കേ, നമ്മുടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ,
ഇവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണെങ്കിൽ ഇവരെ ഈ താഴെ കിടക്കുന്ന ആൾക്കാരെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കാറുള്ളത്. സോ അതായത് നമ്മുടെ ലന്താനം തൊട്ട് അങ്ങ് അവസാനം ലുട്ടീയം വരെയുള്ള ലുട്ടീയം വരെയുള്ള 71 വരെയുള്ള എലമെന്റ്സ് ആണ് ഈ പറയുന്ന ആൾക്കാർ. സോ ഇവരെ ആദ്യത്തെ ഈ പറയുന്ന പീരീഡിനെ ലാന്തനോയിഡ്സ് സീരീസ് എന്നും സെക്കൻഡ് പറയുന്ന ആക്ടിനോയിഡ് സീരീസ് എന്നുമാണ് നമ്മൾ പൊതുവെ പറയാറ്. ഓക്കെ, ഇവരെ റെയർ എർത്ത് എലമെന്റ്സ് എന്നും കൂടെ വിളിക്കാറുണ്ട്. വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, റെയർ എർത്ത് എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ കളർ കോൺഫിഗറേഷൻ കാണിച്ചിരിക്കുന്ന വെച്ചിട്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കും. ഓക്കെ, സോ ഈ പറയുന്ന ഏറ്റവും താഴെ കിടക്കുന്ന 2 പീരീഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ലാന്തനോയിഡ്സ്, സെക്കൻഡ് ഗ്രൂപ്പിനെ ആക്ടിനോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവെയുള്ള ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവരെ സെപ്പറേറ്റ് ആണ്. ഇവരെ മാത്രം ഈ ആക്ടിനോയിഡ്സിനെയും റെയർ എർത്ത് എലമെന്റ്സ് ആയതുകൊണ്ട് തന്നെയാണ് ഇവരെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം 14ഓളം ആക്ടിനോയിഡ്സും അതേപോലെ തന്നെ ലന്തനോയിഡ്സും 14 എണ്ണം വെച്ചിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇതിൻ്റെ 5ാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മെറ്റൽസ്. ഈ മെറ്റൽസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൾക്കാരാണ്. ഓക്കെ, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആൽക്കലി മെറ്റൽസ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ സെക്കൻഡ് വരുന്ന ഗ്രൂപ്പിൻ്റെ അകത്താണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. എന്താ ഈ തേർഡ് കാണുന്നതെല്ലാം ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. 14 to 16 വരെയുള്ള ഗ്രൂപ്പുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ അവരെ നമ്മൾ പറയുന്നത് നോൺ മെറ്റൽസ് എന്നാണ്. പിന്നെ അതേപോലെ അടുത്തത് വരുന്നത് ഹാലോജൻ ഗ്രൂപ്പുകളാണ്. ഈ പറയുന്ന 17ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ഹാലോജൻസ് എന്നാണ്. ഓക്കെ, 16ാമത്തെ ഗ്രൂപ്പ് മിക്കപ്പോഴും നോൺ മെറ്റൽസ് ആണ്. 17ാമത്തേത് ഹാലോജൻ ഗ്രൂപ്പ് എന്ന് പറയും. ദെൻ 18ആണ് നമ്മുടെ നോബിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേർഡ്സിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ കിടക്കുന്ന ആൾക്കാരാണ് ലിഥിയം, പൊട്ടാസ്യം, സോഡിയം പോലെയുള്ള ആൾക്കാർ. ദെൻ അതിനുശേഷം സെക്കൻഡ് ഗ്രൂപ്പാണ് ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം പോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും ഗ്രൂപ്പ്. ഓക്കെ, ശരി. ഇനി അടുത്തത് നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ് വരുന്നത് റൈറ്റ് പോർഷനിലാണ് വരുന്നത്. ഞാൻ കാണിച്ച പോലെ റൈറ്റ് പോർഷനിലാണ്. അതിൻ്റെ അകത്ത് സ്ട്രോങ് ആയിട്ടുള്ള നോൺ മെറ്റൽസ് ആണ് ഇവര്. നമ്മുടെ ഹാലോജൻ ഗ്രൂപ്പ്, നമ്മൾ 17th ഗ്രൂപ്പ് ഹാലോജൻ ഗ്രൂപ്പുകൾ വരുന്നു. അതേപോലെ 16th ഗ്രൂപ്പ് ചാക്കോജൻസ് ഗ്രൂപ്പ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. സോ അവരാണ് ഈ പറയുന്ന നോൺ മെറ്റൽസ് ആയിട്ടുള്ള 16ഉം 17ഉം. ഇനി മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് ദേ ആർ മിക്സ്ഡ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റലോയിഡ്സ്. ഓക്കെ, സോ ഈ മെറ്റലോയിഡ്സിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ 16ലും നോക്കിക്കേ, ഈ 13 മുതൽ 16 വരെയുള്ള ആൾക്കാർ. ഓക്കെ, 13 തൊട്ട് 16 വരെ. ഓക്കെ, ഇത്രയും ഇരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മെറ്റലോയിഡ്സ്. അതായത് ഇവർക്ക് മെറ്റലിൻ്റെ സ്വഭാവമുണ്ട്, നോൺ മെറ്റലിൻ്റെ സ്വഭാവമുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഇവരെ മെറ്റലോയിഡ്സ് എന്ന് പറയാനായിട്ട് കാരണം. ഓക്കെ, ദെൻ നമ്മൾ ഇനി നോക്കുന്നത് മെറിറ്റ്സ് ഓഫ് ദ മോഡേൺ പീരിയോഡിക് ടേബിളാണ്. സോ ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഓരോ പീരിയോഡിക് ടേബിളിൻ്റെ അകത്തും ഓരോരോ പ്രത്യേകതകളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇതുവരെയുള്ള ഗ്രൂപ്പുകളും അതേപോലെ തന്നെ പീരീഡുകളെയും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വന്നപ്പോൾ ഓരോരോ പ്രത്യേകതകൾ നമുക്ക് കിട്ടി. സോ നിലവിൽ ഈ പറയുന്ന ഐസോട്ടോപ്പിൻ്റെ പൊസിഷൻ, ഓക്കെ, നിലവിലെ പീരിയോഡിക് ടേബിൾ പ്രകാരം ഐസോട്ടോപ്പിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെയിം, അറ്റോമിക് നമ്പർ സെയിം ആയപ്പോൾ അവരെയെല്ലാം ഒരേ പൊസിഷനിൽ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് അവരെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, സോ ദേ ഓക്യുപ്പൈ ഇൻ ദ സെയിം പൊസിഷൻ ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ് പറയുന്നത്. ഇനി അനോമലസ് പെയേഴ്സ്, ക്രമരഹിതമായിട്ടുള്ള ജോഡികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവരെ അറ്റോമിക് മാസിനെ ബേസ് ചെയ്ത് ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ക്രമരഹിതമായിട്ട് വന്നത്. പക്ഷേ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്ത് വന്നപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടു. നമ്മൾ കൊബാൾട്ടിൻ്റെയും അതേപോലെ തന്നെ നിക്കലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. സോ കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27 ആണ്, പക്ഷേ നിക്കലിൻ്റെ 28 ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം വരുന്ന കൊബാൾട്ടാണ്. അറ്റോമിക് വെയിറ്റ് പ്രകാരമായിരുന്നു അല്ലെങ്കിൽ അറ്റോമിക് മാസ് പ്രകാരമായിട്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന നിക്കലായിരിക്കും
ഏറ്റവും ആദ്യം വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദിസ് ക്ലാസിഫിക്കേഷൻ ഇസ് അക്കോർഡിംഗ് ടു ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ബാലൻസീസ്, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടി. ഇവരുടെ ബാലൻസ് അനുസരിച്ച് ഓരോ എലമെന്റ്സിനെ നമുക്ക് അവരുടെ കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് തന്നെ പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തു. ദെൻ സെപ്പറേഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, മെറ്റൽസിന് ഒരു സ്പേസ്, നോൺ മെറ്റൽസിന്, അതേപോലെ മെറ്റലോയിഡ്സ്, അങ്ങനെ ഓരോ പൊസിഷനുകൾ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റി. അങ്ങനെ സെപ്പറേറ്റ്ലി ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ, ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സിനും അതേപോലെ റെയർ എർത്ത് എലമെന്റ്സ് ആയിട്ടുള്ള ആക്ടിനോയിഡ്സിനും ലാന്തനോയിഡ്സിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റി. സോ this is a very simple and systematic way of representation of elements in this modern periodic table, and which helps to recognizing about the properties of chemical and physical properties of the elements. Okay, then അവരുടെ periodic trends എന്ന് പറയുന്നത്, see, നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഓക്കെ, ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ബാഹ്യതമ ഷെല്ല്. അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയസും ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഒരു ആകർഷണ ബലം വളരെ കൂടുതലാണ്. അതേസമയം സെക്കൻഡ് എലമെന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഓക്കെ, ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലും ഇലക്ട്രോൺ ഈ പറയുന്ന ന്യൂക്ലിയസും തമ്മിലുള്ള ദൂരം വളരെ കൂടുതലാണ്. ഓക്കെ, ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ദൂരം എന്ന് പറയുന്ന അറ്റോമിക് ദൂരം വളരെ കൂടുതലാണ്. അതേസമയം ഈ പറയുന്ന എലമെന്റിന്റെ ആണെങ്കിൽ കുറവാണ്. സോ ഓരോ എലമെന്റിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിലും ന്യൂക്ലിയസിൽ നിന്നും ദൂരേക്ക് പോകും തോറും, ഔട്ടർ മോസ്റ്റ് ഷെല്ല് ദൂരേക്ക് പോകും തോറും ഈ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ദൂരം കൂടും, അറ്റോമിക് ദൂരം കൂടും. അതേപോലെ തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുമാണ് ചെയ്യുന്നത്. അതേസമയം ഒന്നോ രണ്ടോ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളെ ഉള്ളൂ എങ്കിൽ ഈ പറയുന്ന ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ വളരെ കൂടുതലുമായിരിക്കും. സോ അതാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ഈ പറയുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലും അതേപോലെ ന്യൂക്ലിയസും, ഓക്കെ, ന്യൂക്ലിയസും ഏറ്റവും പുറമേയുള്ള ബാഹ്യതമ ഷെല്ലും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ എപ്പോഴും നമ്മൾ താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഇറ്റ് ഡിക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. താഴേക്ക് പോകുന്നതിനനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? സി, ഓരോ ഗ്രൂപ്പും ഇങ്ങനെയാണല്ലോ. സി, ഇവിടെ ഇതാണ് ന്യൂക്ലിയസ്, ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇതിങ്ങനെ വന്ന് താഴേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മേളിലുള്ളതിൽ നിന്ന് താഴേക്ക് വരും തോറും ഈ പറയുന്ന ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിഫറൻസ് കൂടി വരികയും അട്രാക്ഷൻ, ഓക്കെ, ഈ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ നിന്ന് മേളിൽ നിന്ന് താഴേക്ക് വരും തോറും ഈ പറയുന്ന അട്രാക്ഷൻ കുറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തേത് നമ്മൾ പീരിയഡിലേക്ക് നോക്കുകയാണ്. ഓക്കെ, പീരിയഡിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ചാർജ് ഉണ്ടല്ലോ, ഈ പറയുന്ന വാലൻസ് ഇലക്ട്രോൺ ഒരു സൈഡിൽ നിന്ന് അടുത്തേക്ക് പോകുമ്പോൾ, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് വാലൻസി കൂടിക്കൊണ്ടാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വാലൻസി 1, അടുത്ത ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ വാലൻസി 2, ദെൻ തേർഡ് ഗ്രൂപ്പ് 3. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോഴത്തേക്കും വാലൻസി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും.